ഹലോ ഫ്രണ്ട്സ്, അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറയുന്നത് ഞങ്ങളൊരു ഔട്ടിംഗ് വ്ളോഗാണ്. അപ്പോൾ ഇന്ന് December 18th ആണ് എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞ പിറ്റത്തെ ദിവസം. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായി, കഴിഞ്ഞ മാസം തന്നെ ഞാൻ ഓഫീസിൽ പറഞ്ഞ് അച്ചാറിനോട് പറഞ്ഞ് ലീവെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് മമ്മാനെ അബ്ബാനെയൊക്കെ കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ പോകണം, അവർക്ക് ഇഷ്ടമുള്ളത് എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കണം, അങ്ങനെ കുറച്ച് ഇങ്ങനെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഡേ അവരെ കൂടി സ്പെൻഡ് ചെയ്യാറില്ല എന്നല്ല, എന്നാലും എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ട് അവരുടെ കൂടെ എന്തെങ്കിലും പോകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതേ അബ്ബയുണ്ട്, മമ്മിയുണ്ട് കേട്ടോ. മമ്മിയും ആൻറ്റിയും കൊച്ചും ഉണ്ടായിരുന്നു, അനിയന്മാർ രണ്ടുപേരും ഇല്ല, ബാക്കി ഞങ്ങൾ ഫാമിലി മൊത്തം ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ലുലുവിൽ പോവാം, അങ്ങനെ കുറച്ച് സ്ഥലത്തേക്ക് പോകാമെന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അതേ അവരൊക്കെ ഇറങ്ങുന്നുണ്ട്, രാവിലെ പുറത്തിറങ്ങി ഇൻട്രോ എടുത്തതാണ്. സോ വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇറങ്ങി. അപ്പോഴത്തേക്കും സമയം ഒരു ഉച്ചയോട് അടുപ്പിച്ചായിട്ടുണ്ടായിരുന്നു, ഒരു 12:45 1 o'clock ആ ഒരു സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ലഞ്ചും കൂടെ കഴിച്ചിട്ട് നമുക്കിനി പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ വന്നു. അപ്പോൾ ഫുഡെല്ലാം ഓർഡർ ചെയ്തു. ഞാനിവിടെ വന്നിട്ടുണ്ട് കേട്ടോ, ഇവരാരും ഇവിടെ വന്നിട്ടുണ്ടായില്ല. എനിക്ക് ഇവിടുത്തെ പൊതുവെ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ നല്ലതാണെന്ന് പറഞ്ഞാൽ അങ്ങനെ കൊണ്ടുവന്നതാണ് കേട്ടോ. ബീഫ് ബിരിയാണി ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായത്. എപ്പോഴത്തെ പോലെ നല്ല യമ്മി തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിറങ്ങി. ഒരു രക്ഷയില്ലാത്ത ചൂടാണ് പുറത്ത്, ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ കലൂർ മെട്രോ സ്റ്റേഷനിൽ നിന്നാണ് കയറിയേക്കുന്നത്. അപ്പോൾ ലുലുന്ന് എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ഒരു 15 മിനിറ്റോളം ഉള്ളൂ ലുലു എത്താനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അത് എല്ലാവരും മെട്രോ വെയിറ്റ് ചെയ്തിരിക്കണേ. ഞങ്ങൾ വന്നതിന് തൊട്ട് മുന്നേ ജസ്റ്റ് മിസ് മെട്രോ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐസത്തിനോട് ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അവനാണെങ്കിൽ നമ്മൾ ഇരുത്തിയോടത്തിരിക്കണം, ഫുൾ ഓട്ടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഉച്ചയായതുകൊണ്ട് വലിയ ക്രൗഡ് ഉണ്ടായില്ല, അല്ലെങ്കിൽ ഞാൻ ഓഫീസിൽ നിന്ന് പോണ സമയത്ത് നിൽക്കാൻ പറ്റാത്ത തിരക്കാണ് കേട്ടോ മെട്രോ. ബസ്സിനെയും കാട്ടി കഷ്ടമാണ് ഇപ്പോൾ മെട്രോ വന്നിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അപ്പോൾ ഐസം ഓരോ ഇത് കാണുമ്പോഴും അവിടെ ഇങ്ങനെ പോസ്റ്റ് ആവണമായിരുന്നു. അപ്പോൾ ഈ ആനനെ കണ്ടിട്ട് അവനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അബ്ബ അവനെ ആനയുടെ മുകളിൽ കയറ്റി ഇരുത്തി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അടുത്തടുത്തടുത്ത്. അപ്പോൾ ഐസത്തിനാണെങ്കിൽ നമ്മുടെ ആനയുടെ പുറത്തിരുന്നപ്പോഴത്തേക്കും പേടിയായിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ കൊയർ ഇങ്ങനെ ചുറ്റിയ ഒരു എലിഫൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് തൊടുമ്പോഴത്തേക്കും ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാകും. കൈയൊക്കെ ഒരു കുത്തിക്കൊള്ളുന്ന പോലെയാണ്, അവനക്ക് ഇഷ്ടപ്പെട്ടിട്ടും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളുടെ ലുലുവിലെത്തി. അപ്പോൾ ഇവിടെ ഞാൻ വിചാരിച്ചു ക്രിസ്മസ് ട്രീയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിച്ചു, പക്ഷെ ഇതുവരെ അത് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി 25th അല്ല, ആ ഒരു കറക്റ്റ് സമയമൊക്കെ ആകുമ്പോഴത്തേക്കും വരുള്ളൂ ആയിരിക്കും. ഒന്നും ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ച്. ഞാൻ ആ ഫ്രണ്ട് ഏരിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും എന്ന് വിചാരിച്ചു. അപ്പോൾ ആകെ ഈ കാണുന്ന സംഭവം മാത്രമേ ഉള്ളൂ, മുകളിലുള്ളൂ. ട്രീ ഒന്നും സെറ്റായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ, അപ്പോൾ ഐസത്തിനാണെങ്കിൽ ഐസ്ക്രീം ഇഷ്ടമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ലഞ്ചൊക്കെ കഴിച്ചിട്ട് വന്നല്ലേ ഉള്ളൂ. അങ്ങനെ ഇവിടുന്ന് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ നമുക്ക് കുറച്ച് ഇനി കുട്ടി ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്.
ഇതൊക്കെയായിരുന്നു കേട്ടോ എൻ്റെ ഇന്നത്തെ ഒരു ചെറിയ ഫാമിലി ആയിട്ടുള്ള ഔട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വളരെ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ ക്ലിപ്പിങ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പ്രോപ്പറായിട്ടൊന്നും വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമുക്കപ്പോൾ വരും ദിവസങ്ങളിൽ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.